CPI-യും CPM-ഉം ചേർന്ന് നടത്തിയൊരു നാടകം. അതിനെ ഏറ്റുപിടിക്കാൻ പ്രതിപക്ഷം പോലും വഴങ്ങി എന്നതാണ് ഇടതുപക്ഷം രാഷ്ട്രീയത്തിന്റെ തന്ത്രം. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ തന്റെ കപ്പൽ മുങ്ങുമെന്ന് ഉറപ്പിച്ച മുഖ്യമന്ത്രി മുന്നണിയിൽ പ്രതിസന്ധി എന്നൊരു കാർഡ് ഇറക്കി കളിക്കുന്നു. അവർ കളിച്ച ആ കളിയിൽ വീണുപോയത് ജനങ്ങളും പ്രതിപക്ഷ പാർട്ടികളുമാണ്. PM ശ്രീയിൽ ഒപ്പുവെച്ച സർക്കാരുകൾക്ക് അത് മരവിപ്പിക്കാനോ റദ്ദാക്കാനോ അവകാശമില്ല എന്നത് അറിഞ്ഞിട്ടും CPI-ക്ക് ഇന്നലെ കൊടുത്ത ധാരണ വെറും കണ്ണിൽ പൊടിയിടലാണ്. അത് CPI-യുടെ കണ്ണിൽ പൊടിയിട്ടുവെന്നല്ല, അവർ ഒരുമിച്ച് നിന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു എന്നാണ് പറയേണ്ടത്. മുന്നണിയിലെ കാറും കോളും നീക്കി മുഖ്യമന്ത്രി ജനങ്ങൾക്കായി വമ്പിച്ച ഒരു പ്രഖ്യാപനം കൂടി നടത്തി. ക്ഷേമ പെൻഷൻ 1600 രൂപയിൽ നിന്ന് 400 രൂപ കൂടി വർദ്ധിപ്പിച്ച് 2000 രൂപയാക്കാൻ തീരുമാനിച്ചു. മറ്റ് സാമ്പത്തിക സഹായം കിട്ടാത്തവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ വകയിൽ 1000 രൂപ. ആശാവർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയത്തിൽ 1000 രൂപയുടെ വർധനവ്. അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും ഓണറേറിയത്തിലും 1000 രൂപയുടെ വർധനവ്. അങ്കണവാടി ജീവനക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക പെട്ടെന്ന് തീർത്തു നൽകുമെന്നും കെട്ടിട നിർമ്മാണ ക്ഷേമനിധി കുടിശ്ശിക തീർപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന കൂലിയിലും വർധനവ് വരുത്തിയിട്ടുണ്ട്. 50 രൂപയാണ് പ്രതിദിന കൂലിയിൽ വരുത്തിയിരിക്കുന്ന വർധനവ്. സാക്ഷരതാ ഡയറക്ടർമാരുടെ ഓണറേറിയത്തിലും വർധനവ് വരുത്തിയിട്ടുണ്ട്. 1000 രൂപയുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത്. പുതിയ പ്രഖ്യാപനങ്ങൾ കേരള പിറവി ദിനമായ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചുകൊണ്ടെത്തിയപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ പുകമറയെയും മറച്ചുകൊണ്ട് മുഖ്യമന്ത്രി മാന്യനായി പ്രഖ്യാപനങ്ങൾ നടത്തി. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ വാ തുറന്നില്ല. PM ശ്രീ പ്രഖ്യാപനങ്ങളെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. ഇക്കഴിഞ്ഞ ഒക്ടോബർ 16-നായിരുന്നു PM ശ്രീ ധാരണാപത്രം തയ്യാറാക്കിയത്. 22-ന് ധാരണാപത്രം ഡൽഹിയിൽ എത്തിക്കുകയും 23-ന് ഒപ്പിട്ട് തിരികെ എത്തിക്കുകയും ചെയ്തു. CPI-യെ അറിയിക്കാതെയായിരുന്നു നീക്കങ്ങൾ. ഇതിന് തൊട്ടു മുൻപ് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയോ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. ധാരണാപത്രത്തിൽ ഒപ്പിട്ട വിവരം വാർത്തയായതോടെ CPI ഇടഞ്ഞു. സർക്കാർ മുന്നണി മര്യാദകൾ ലംഘിച്ചുവെന്ന് ആരോപിച്ച് ബിനോയ് വിശ്വം രംഗത്തെത്തി. പല ഘട്ടങ്ങളിലും സർക്കാരിനും CPIM-നുമെതിരെ ബിനോയ് വിശ്വം ഉന്നം വെച്ചു. ഒടുവിൽ CPI ദേശീയ ജനറൽ സെക്രട്ടറി D രാജയും വിഷയത്തിൽ ഇടപെട്ടു. CPIM സംസ്ഥാന ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയുമായി D രാജ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും സമവായമുണ്ടായില്ല. PM ശ്രീയിൽ ഒപ്പിട്ട നടപടി പാർട്ടി നയത്തിന് വിരുദ്ധമെന്നായിരുന്നു D രാജ പറഞ്ഞത്. വിഷയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം CPI എക്സിക്യൂട്ടീവ് ചേർന്നിരുന്നു. അതിൽ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കടുത്ത തീരുമാനമായിരുന്നു CPI സ്വീകരിച്ചത്. ഇതിനുശേഷമാണ് LDF യോഗം ചേർന്നതും സമവായത്തിൽ എത്തിയതും മുഖ്യമന്ത്രി തീരുമാനം പ്രഖ്യാപിച്ചതും. ഇതാണ് നമുക്കറിയാവുന്ന കഥ. പക്ഷേ ഒരു വിധത്തിൽ സർക്കാർ താഴെ വീഴുമെന്ന അവസ്ഥ നിൽക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കുമെന്ന അവസ്ഥയോട് അടുക്കുമ്പോഴാണ് ഒരു PM ശ്രീ കഥയും മുന്നണി തർക്കവും എത്തുന്നത്. അപ്പോൾ പ്രതിപക്ഷം ഉൾപ്പെടെ സ്വർണ്ണക്കൊള്ള വിട്ട് PM ശ്രീക്ക് പുറകെ പോയി. മാധ്യമങ്ങൾ PM ശ്രീ വാർത്തകൾ അച്ചടിക്കാൻ തുടങ്ങി. ജനങ്ങൾ മുന്നണി പ്രതിസന്ധി മാറിയോ LDF പിളർന്നോ എന്ന് നോക്കാൻ തുടങ്ങി. പതിയെ സ്വർണ്ണക്കൊള്ള മുങ്ങി. ഇപ്പോഴുള്ള അവസ്ഥ എന്തെന്ന് വെച്ചാൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് കേരളം മരവിപ്പിച്ചതായി അറിയില്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് എന്നതാണ്. അതായത് PM ശ്രീ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കും, സ്വർണ്ണക്കൊള്ള മുങ്ങിയോ എന്ന് ചോദിച്ചാൽ മുങ്ങിയെന്നും പറയാം.